എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കോംപ്ലക്സ് സർക്യൂട്ട്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് നോർട്ടൺസ് തിയറം എന്നുള്ളത്. കഴിഞ്ഞ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ തെവനിൻസ് തിയറം, സൂപ്പർപൊസിഷൻ തിയറം എന്നെല്ലാം കണ്ടു. അതെല്ലാം ഉദ്ദേശിക്കുന്നതും സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ മറ്റൊരു തിയറമാണ് നോർട്ടൺസ് തിയറം എന്നുള്ളത്. ആദ്യമായിട്ട് നോർട്ടൺസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്: A linear two-terminal network can be replaced by an equivalent circuit consisting of a current source IN in parallel with a resistor RN. അതായത് ഏതൊരു വലിയ കോംപ്ലക്സ് നെറ്റ്വർക്കിനെയും എനിക്ക് ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ഉള്ള ഒരു സിംപ്ലിഫൈഡ് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ ഉദ്ദേശിക്കുന്ന IN എന്നുള്ളത് നോർട്ടൺസ് ഇക്വലന്റ് കറണ്ട് ആണ്. ഇറ്റ് ഈസ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് through the terminals and Rn is the Norton equivalent resistance. നമ്മൾ മുന്നേ പഠിച്ച തെവനിൻസ് തിയറത്തിലെ RTHും ഇവിടെയുള്ള നോർട്ടൺ ഇക്വലന്റിലെ RNും സെയിം തന്നെയാണ്. രണ്ടും ഒരേ മെത്തേഡിലാണ് കണ്ടുപിടിക്കുക. രണ്ടിന്റെയും വാല്യൂ ഒന്ന് തന്നെയാണ്. സോ തെവനിൻസ് തിയറം ആയിരുന്നെങ്കിൽ നമ്മൾ ആ വലിയ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസും ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. നോർട്ടൺസ് തിയറം വഴി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആണ്. സോ രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഒക്കെ ഉണ്ട്. രണ്ടും തമ്മിലുള്ള ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതാണ് നോർട്ടൺസ് തിയറത്തിന്റെ ഒരു സിംപ്ലിഫൈഡ് റെപ്രസെന്റേഷൻ. അതായത് നമുക്കൊരു വലിയ ലീനിയർ ടു ടെർമിനൽ സർക്യൂട്ട് എന്ന് അസ്യൂം ചെയ്യാം. രണ്ട് ടെർമിനൽസ് ആണ് എ ആൻഡ് ബി എന്നുള്ളത്. ഇതിനിടയിലായിരിക്കും മിക്കവാറും നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ സർക്യൂട്ടാണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സോ നോർട്ടൺ തിയറം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വലിയ സർക്യൂട്ടിനെ ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആയിട്ടുള്ള ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ടെർമിനൽസ് എ ആൻഡ് ബി ഇവിടെ ഉള്ള പോലെ തന്നെ ഇവിടെയും വെക്കുക. ദെൻ നോർട്ടൺസ് തിയറത്തിലെ പ്രധാനപ്പെട്ട 2 പാരാമീറ്റേഴ്സ് ആയിരുന്നു നോർട്ടൺ ഇക്വലന്റ് കറണ്ട്, അതുപോലെ നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു സർക്യൂട്ടിന് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചത് അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ വലിയ സർക്യൂട്ട് ഇവിടെ ഉണ്ടാവും. നമ്മൾ 2 ടെർമിനൽസ് ലോഡ് റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ട് ഓപ്പൺ സർക്യൂട്ട് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഓപ്പൺ സർക്യൂട്ട് ടെർമിനൽസിൽ കാണുന്ന ടോട്ടൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ് നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്നുള്ളത്. തന്നെയാണ് തെവനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസും. രണ്ടും ഒരു മെത്തേഡ് തന്നെയാണ്. ദെൻ നോർട്ടൺസ് തിയറം വഴി നമുക്ക് കിട്ടേണ്ട നോർട്ടൺ ഇക്വലന്റ് കറണ്ടിനെ കാണുന്നത് ഈ മെത്തേഡിലാണ്. അതായത് നമ്മുടെ ആ വലിയ സർക്യൂട്ട് ഇവിടെയുണ്ട്. അതിലെ നമ്മൾ ലോഡ് റെസിസ്റ്റൻസിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓപ്പൺ ടെർമിനൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ ഓപ്പൺ ടെർമിനൽ ഒരു ഷോർട്ട് വയർ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അതായത് ലോഡ് റെസിസ്റ്റൻസ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഷോർട്ടഡ് പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നമുക്കറിയായിരുന്നു തെവനിൻസ് തിയറം ആയിരുന്നെങ്കിൽ നമ്മൾ ഈ എ ആൻഡ് ബി എന്ന ഓപ്പൺ ടെർമിനലിനടുക്കുള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചിരുന്നത്. ദെൻ നോർട്ടൺ ആണെങ്കിൽ എ ആൻഡ് ബി എന്നുള്ളത് ഷോർട്ട് ചെയ്തിട്ട് ഇതിലൂടെ പോകുന്ന കറണ്ടിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തെവനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസും നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസും സെയിം വാല്യൂ തന്നെയാണ്. ദെൻ നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ നോർട്ടൺ ആൻഡ് തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ നോക്കൂ, ഇത് നമുക്കറിയാം, ഇതാണ് ഒരു തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്നുള്ളത്. ഒരു വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസും VTHും RTHും. ദെൻ ഇത് ഏതോ ഒരു കോംപ്ലക്സ് സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ്. ദെൻ ആ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനെ തന്നെ ഞാൻ നോർട്ടൺസ് തിയറം ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലത്തെ അറേഞ്ച്മെന്റ് കിട്ടും. ഒരു നോർട്ടൺ ഇക്വലന്റ് കറണ്ടും ഒരു നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസും ഉള്ള ഫോർമാറ്റ്. സോ ഇതിനകത്ത് ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ ഉണ്ട്. അതായത് എനിക്ക് തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് അതിനെ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ടാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ നേരിട്ടിട്ട് ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കേണ്ടത് മുന്നേ പഠിച്ചിരിക്കുന്ന സോഴ്സ് കൺവേർഷൻ ടെക്നിക്കാണ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും സീരീസും ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒരു കറണ്ട് സോഴ്സും റെസിസ്റ്റൻസും പാരലാക്കി മാറ്റാം. അപ്പോൾ അസ്യൂം ചെയ്യുക, എനിക്ക് ആദ്യം VTHും RTHും എൻ്റെ കയ്യിലുണ്ട്. നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സർക്യൂട്ടിന് ആദ്യം ഇതുപോലെ വരച്ചു വെക്കും. എന്നിട്ട് RTHന്റെ വാല്യൂ എന്താണോ അതിനെ ഇവിടെ RNന്റെ വാല്യൂയോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി INന്റെ വാല്യൂ കണ്ടുപിടിക്കണം. INന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഇവിടെയുള്ള VTH ഡിവൈഡഡ് ബൈ RTH ചെയ്യും. അതായത് V ഡിവൈഡഡ് ബൈ R. അവർ കറണ്ടിന്റെ വാല്യൂ കിട്ടും. ആ കറണ്ട് ഇവിടെയും കൊടുക്കുക.
അപ്പോൾ ഈ തെവനിയൻ സർക്യൂട്ട് കിട്ടുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് നോർട്ടൺ സർക്യൂട്ട് ഈ രീതിയിൽ വരയ്ക്കാം. ജസ്റ്റ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കിട്ടും, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തരും, നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് തന്നിട്ട് എങ്ങനെയാണ് തെവനേസ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സർക്യൂട്ട് നോക്കുക, ഇതിവിടെയുള്ള RN എന്നുള്ളതിൻ്റെ വാല്യൂ ഞാൻ ഈ സർക്യൂട്ട് ഇതുപോലെ വരച്ചിട്ട് RTHന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഇനി VTH കണ്ടുപിടിക്കണമെങ്കിൽ IN ഇൻറ്റു RN ചെയ്താൽ മതി. ഇവിടെ പറഞ്ഞ പോലെ VTH is equal to IN into RN, V is equal to IR എന്നുള്ള ഫോർമാറ്റിൽ. ഇത് ഈ കൺവേർഷൻ ഫോർമുല അല്ലെങ്കിൽ കൺവേർഷൻ ടെക്നിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുക, ഒരു സർക്യൂട്ട് തരും, അതിനൊന്നെങ്കിൽ തെവനേസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സർക്യൂട്ട് തരും അതിനെ നോർട്ടനൈസ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അതിനെ രണ്ടാക്കി ചെയ്യാനും പറയും. സർക്യൂട്ട് തന്നിട്ട് സോൾവ് സർക്യൂട്ട് യൂസിങ് തെവനേസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം, രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇനി എങ്ങനെയാണ് നമുക്ക് നോർട്ടൺസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ആ കോംപ്ലക്സ് സർക്യൂട്ടിനെ ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് കാണുന്നത്. ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ, ഹൗ ടു ഫൈൻഡ് ഔട്ട് എ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട്. അതായത് ഒരു പ്രോബ്ലം തരികയാണെങ്കിൽ ആ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ട് ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ തെവനീസ് തിയറം പറഞ്ഞപ്പോഴും ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു, അതേപോലെ ഇവിടെയും ഒരു 4 സ്റ്റെപ്പുകളുണ്ട്. സോ സപ്പോസ് വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ലോഡ് റെസിസ്റ്റർ RL ബൈ നോർട്ടൺസ് തിയറം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം. ഒരു വോൾട്ടേജ് സോഴ്സ് E, ദെൻ റെസിസ്റ്റർ R1, റെസിസ്റ്റർ R2 ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ടെർമിനൽസ് A ആൻഡ് B, അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ലോഡ് റെസിസ്റ്റൻസിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കണ്ടുപിടിക്കണം യൂസിങ് നോർട്ടൺസ് തിയറം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ലോഡ് റെസിസ്റ്റൻസിന് തൽക്കാലം അവിടുന്ന് റിമൂവ് ചെയ്യാം. ടെർമിനൽസ് A ആൻഡ് B ഇടയിൽ നിന്ന് ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ പ്ലേസിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് കൊടുക്കുക. പറയുകയാണെങ്കിൽ RL എന്നുള്ളത് ഇവിടെ എടുത്ത് മാറ്റിയിട്ട് A ആൻഡ് Bക്ക് ഒരു കണക്ഷൻ കൊടുക്കുക, ഒരു ഷോർട്ട് വയർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് അതിലൂടെ പോകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കുക. അതാണ് എൻ്റെ നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്നുള്ളത്. സോ സ്റ്റെപ്പ് 1. അഗെയിൻ സ്റ്റെപ്പ് 1 ഒന്നുകൂടി പറയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, അതിനകത്ത് നിന്ന് സ്റ്റെപ്പ് 1 ആണ് ചെയ്യുന്നത്, റിമൂവ് ലോഡ് റെസിസ്റ്റർ RL ഇഫ് എനി ആൻഡ് മേക്ക് എ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ A ആൻഡ് B. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട്, ചില കേസിൽ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ടെർമിനൽസ് A B ഓപ്പൺ ആക്കിയിട്ട് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടാവാത്തതുകൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് ഷോർട്ട് ചെയ്യാം. സോ സ്റ്റെപ്പ് 1 ചെയ്യേണ്ടതാണ് A ആൻഡ് Bക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് കൊടുക്കുക. ഇനി സ്റ്റെപ്പ് 2 ഫൈൻഡ് നോർട്ടൺസ് ഇക്വലന്റ് കറണ്ട്. അതായത് A നിന്ന് Bയിലോട്ട് പോകുന്ന ആ ഷോർട്ട് സർക്യൂട്ടിൽ പാസ് ചെയ്യുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ കണ്ടുപിടിക്കണം. അതിൻ്റെ പേരാണ് നോർട്ടൺസ് ഇക്വലന്റ് കറണ്ട് എന്നുള്ളത്. നമ്മളിവിടെ അത് സ്റ്റെപ്പ് 2 ആയിട്ട് ചെയ്യാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് E ഉണ്ട്, ഇവിടെ നിന്നായിരിക്കും ഒരു കറണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക. ആ വരുന്ന കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് R1 പാസ് ചെയ്തിട്ട് ഈ ജംഗ്ഷനിലെത്തും. അപ്പോൾ ആ കറണ്ടിന് പോകാൻ 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ R2 എന്ന പാത്തിലൂടെ ഇതിലെ വരാം, അല്ലെങ്കിൽ ഇതിലെ ഇങ്ങോട്ടൊരു ഫ്രീ പാത്ത് ഉണ്ട്, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള പാത്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കറണ്ട് നമുക്കറിയാം, കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ പോകത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, ഇവിടെ റെസിസ്റ്റൻസ് R2 ഉണ്ട്, അതിന് പാരലായിട്ട് ഇവിടെ ഒരു ഷോർട്ടഡ് പാത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ആ കറണ്ട് കംപ്ലീറ്റ് ഈ ഷോർട്ടഡ് പാത്തിലൂടെ വരുള്ളൂ, ഈ R2 ഒരു കറണ്ടും പോവില്ല. അതായത് ഈ R2 എന്നുള്ളത് ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോൾ ബൈപ്പാസ് ചെയ്ത് പോയി. സോ എൻ്റെ സർക്യൂട്ടിൽ എഫക്റ്റീവ് ആയിട്ടിപ്പോൾ ഈ എനർജി സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സ് E ഉണ്ടാവും, R1 ഉണ്ടാവും, അതുപോലെ ഈ ഷോർട്ടഡ് പാത്തുവേ ഉണ്ടാവുള്ളൂ. R2 കറണ്ട് പോവില്ല, കാരണം ഈ ഷോർട്ടഡ് പാത്ത് R2 നേരിട്ട് പാരലാണ്. അപ്പോൾ ഇതിലൂടെ ഒന്നും പോവാതെ എല്ലാ കറണ്ടും ഇതിലൂടെ ഇങ്ങ് വരും. അപ്പോൾ നോക്കൂ, ഇത് കണ്ടുപിടിക്കേണ്ട കറണ്ട് ഈ കറണ്ടാണ്, ഈ ലൈനിലൂടെ പോകുന്ന കറണ്ട്. കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് R1 ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടുത്തെ തിരിച്ചെത്തുന്നു. സോ എൻ്റെ ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് I ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R1, അതാണ് ഈ ഫോർമുലയിൽ ഇവിടെ എത്തിക്കുന്നത്. സോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയുള്ള കമ്പോണൻസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡിൽ വ്യത്യാസം വരും. ഇവിടെ സിമ്പിളായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഒറ്റ റെസിസ്റ്റൻസും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സിമ്പിളായിട്ടുള്ള ഓംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇതിന് എല്ലാ കേസും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല.
നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പല പ്രോബ്ലം പല രീതിയിലാണ് ഈ സ്റ്റെപ്പ് 2ൽ ചെയ്യുക. അതായത് ഈ കറണ്ട് കണ്ടുപിടിക്കേണ്ടത് ഒരുപാട് മെത്തേഡുകൾ നമുക്ക് നമ്മൾ മുന്നേ പഠിച്ച മെത്തേഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ R2നെ എടുക്കാതെ അതിന് കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സിൻസ് R2 ഈസ് ഷോർട്ടഡ് ബൈ എ ഷോർട്ട് സർക്യൂട്ട് AB, then no current flow through R2. ഇതിലൂടെ കറണ്ട് ഒന്നും പോവില്ല, ഫുൾ കറണ്ട് ഇതിലൂടെ വരത്തുള്ളൂ. സോ സിംപ്ലി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R1. അതിനെയാണ് നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്ന് പറഞ്ഞത്. സോ നമ്മൾ സ്റ്റെപ്പ് 1ൽ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് ആ പാത്ത് ഷോർട്ട് ചെയ്തു. സ്റ്റെപ്പ് 2ലാണെങ്കിൽ ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 3 ആണ് ഫൈൻഡ് നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് RN എന്നുള്ളത്. അപ്പോൾ ഇതെന്നുള്ളത് RN എന്നുള്ളത് നമ്മൾ മുന്നത്തെ തിയറത്തിൽ കണ്ടിരിക്കുന്ന, തെവനിയൻസ് തിയറത്തിൽ കണ്ടിരിക്കുന്ന RTHന്റെ അതേ സംഭവം തന്നെയാണ്. എങ്ങനെയാണോ RTH കണ്ടുപിടിച്ചത് അതേ മെത്തേഡ് തന്നെയാണ് RN കണ്ടുപിടിക്കാനും ഉപയോഗിക്കേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു നമുക്കറിയാം. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് A and B എന്നതിനിടയിൽ നിന്ന് RLനെ റിമൂവ് ചെയ്തു. അപ്പോൾ ആ റിമൂവ് ചെയ്ത ശേഷം ഈ A and Bയുടെ ഇടയിൽ എന്താണ് ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്ത് എല്ലാ എനർജി സോഴ്സും ഡീആക്ടിവേറ്റ് ചെയ്യണം. സോ അതുപോലെ ഞാൻ എല്ലാ എനർജി സോഴ്സിനും ഡീആക്ടിവേറ്റ് ചെയ്തു. ഇവിടെ E എന്നുള്ള സോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ ഡീആക്ടിവേറ്റ് ചെയ്തു. ഇതുപോലെ ഒരു ഷോർട്ട് സർക്യൂട്ട് കൊടുത്തിട്ട് ദെൻ A and Bയുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ് ടോട്ടലി കാണുന്ന റെസിസ്റ്റൻസ്, ഇവിടെ R1ഉം R2ഉം മാത്രമേ ഉള്ളൂ. സോ ഇവിടെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാനും കറണ്ട് സോഴ്സ് ആണുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടാണ് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ E എന്നുള്ള വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ ഷോർട്ട് ബ്രാഞ്ച് വിട്ട് ഡീആക്ടിവേറ്റ് ചെയ്തു. സോ എൻ്റെ സർക്യൂട്ട് R1ഉം R2 ഇതുപോലെയാണുള്ളത്. സോ A and B എന്ന് ടോട്ടലായിട്ട് എന്ത് വരുന്നു, റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B. അപ്പോൾ R1ഉം R2ഉം ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ അത് പാരലാണ്. സോ R ഇക്വലന്റ് അല്ലെങ്കിൽ RN എന്നുള്ളത് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. ഇതാണ് തെവനിയൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ്. സോ നോർട്ടൺസ് തിയറത്തിലും തെവനിയൻസ് തിയറത്തിലും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ രണ്ടിന്റെയും വാല്യൂ സെയിം തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 3ൽ ചെയ്യേണ്ടത്. ഇനി സ്റ്റെപ്പ് 4ലാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നോർട്ടൺ ഇക്വലന്റ് കറണ്ടും നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസിനെയും ഈ രീതിയിൽ വരച്ചു വെക്കണം. ഒരു പാരലൽ അറേഞ്ച്മെന്റ് ആയിട്ട് കറണ്ടിന് പാരലായിട്ട് റെസിസ്റ്റൻസിന് വരക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കറണ്ട് ഡയറക്ഷനാണ്. നോക്കിയേ, ആരോ മാർക്ക് മുകൾക്കാണ്. ഇങ്ങനെയുള്ള കാരണം നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി മുകൾക്കായിരുന്നു. നോക്കൂ, ക്വസ്റ്റ്യനിൽ ഈ മുകൾക്കല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസറിലും നമ്മൾ കിട്ടുന്ന കറണ്ടിനെ മുകൾക്കിടണം. ഓക്കെ, അപ്പോൾ IN-ഉം R-നും ഇതുപോലെ വരച്ചു. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 4. ഇപ്പോൾ നമ്മൾ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, നോർട്ടൺ തിയറം ഉപയോഗിച്ചുകൊണ്ട് RL എന്നതിലൂടെ പോകുന്ന കറണ്ടിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചപ്പോൾ ആ വലിയ സർക്യൂട്ടിനെ എനിക്ക് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 റെസിസ്റ്റൻസും ഒരു സോഴ്സും ഉള്ളൂ. ദെൻ അത് ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ ആവാം പല ക്വസ്റ്റ്യനിലും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ കണ്ടന്റ് കുറഞ്ഞു വന്നേ ഉള്ളൂ. എത്ര വലിയ സർക്യൂട്ട് ആണെങ്കിലും അതിനെ ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും ആക്കി മാറ്റി. ഇനി ഈ സ്റ്റെപ്പിന് കൂടെ നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ റിമൂവ് ചെയ്തിരുന്ന RL എന്നുള്ളതിനെ A and Bയുടെ ഇടയിൽ ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതുപോലെ A and Bയുടെ ഇടയിൽ ഞാൻ RLനെ ഫിക്സ് ചെയ്തു. ഇനി എനിക്ക് ഇതിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. IL, അതായത് ലോഡ് കറണ്ടിനെ കാണണം. അപ്പോൾ അത് നോക്കൂ, ഇവിടെ ടോട്ടൽ കറണ്ട് ഇങ്ങനെ വരുന്നു. ആ കറണ്ട് ഇവിടെ എത്തുമ്പോൾ അതിനിപ്പോൾ 2 ബ്രാഞ്ച് ഉണ്ട്. RN ഇതിലൂടെ കറണ്ട് പോകും, അതുപോലെ RL ഇതിലൂടെയും കറണ്ട് പോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കുന്നത് IL ആണ്. സോ യൂസിങ് കറണ്ട് ഡിവിഷൻ റൂൾ, IL ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു ഇതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് RN എന്നുള്ളതാണ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. സോ IL ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് IN ഇൻറ്റു RN ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് RN പ്ലസ് RL. ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ടിനെ സോൾവ് ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് സ്റ്റെപ്പ് 2ൽ മാത്രമാണ് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ബ്രാഞ്ച് നേരിട്ട് അങ്ങ് ഷോർട്ടായി പോകുന്നതുകൊണ്ട് സിമ്പിളായിട്ട് കിട്ടി. ഇനിയിപ്പോൾ എങ്ങാനും ഈ ബ്രാഞ്ച് ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, R2 അത് ഈ ജംഗ്ഷൻ്റെയും ഈ എയുടെയും ഇടയിൽ ഈ ഭാഗത്ത് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്ത് പോകില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഈ R2നെ ഒഴിവാക്കാൻ പറ്റില്ല. ഈ കേസിനകത്ത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R2നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട്. സോ നോർട്ടൺസ് തിയറം കൊണ്ട് നമുക്ക് ഏതൊരു വലിയ നെറ്റ്വർക്കിനെയും ഒരു സിമ്പിൾ സർക്യൂട്ടാക്കി മാറ്റാം. ആ സർക്യൂട്ടിനകത്ത് ഒരു കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആ കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ദെൻ റെസിസ്റ്റൻസ് എന്നുള്ളത് തെവനിയൻസ് റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്.
ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രോബ്ലംസും എല്ലാം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, താങ്ക് യു.